morning. വെച്ചിടോ. ഇന്ന് രാവിലെ നിങ്ങൾ എഴുന്നേറ്റ സമയത്ത് ഇന്ന് രാവിലെ ഇന്നത്തെ മോർണിംഗില് നിങ്ങൾക്ക് എന്തെങ്കിലും ഹാപ്പിനെസ് ഉള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായോ ഇന്ന് രാവിലെ? ആലോചിച്ച് നോക്കി. യെസ്. എന്താണ് നേഹ, പറയാൻ പറ്റോ? ബർത്ത്ഡേ ആണ് അല്ലേ? ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേട്ടോ. ഓക്കെ. വേറെ ആർക്കും എന്തൊരു പോസിറ്റീവ് ആയിട്ടൊരു കാര്യം ഹാപ്പിനെസ് ഉള്ളതൊന്നും ഉണ്ടായില്ല ഇന്ന് രാവിലെ? ഇന്ന് മോർണിംഗിലത്തെ പ്രത്യേകത മാത്രമാണ് ഞാൻ ചോദിച്ചത്. ചേച്ചിക്ക് ജോലി കിട്ടി. ആ, കൺഗ്രാറ്റ്സ്. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ ഒരു 34-33 സ്റ്റുഡൻസ് ഉണ്ട്. ആ, എന്റെ കൊച്ചു ആദ്യമായിട്ട് കരയാണ്ട് സ്കൂളിൽ പോയോ? വലിയ കാര്യമാണ് അല്ലേ അത്? ഓക്കെ. പിന്നെ സെയിം ഇസാനും സെയിം തന്നെ. നിങ്ങൾക്ക് ആലോചിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണോ പറയാത്തതാണോ ഹാപ്പിയസ്റ്റ് മൊമെന്റ്? ചിലപ്പോ ഇല്ലാഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെ? എന്തിനാ നിങ്ങനെ ചോദിച്ചതെന്നറിയോ? നമ്മുടെ ലൈഫിൽ എപ്പോഴും എന്തുണ്ടാവാറുണ്ട്? ഹാപ്പിനെസ് ഉണ്ടാവാറുണ്ട്, സാഡ് ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടാവാറുണ്ട് അല്ലെ? യെസ്. ഓരോ ദിവസം ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോ, ഇന്ന് എനിക്ക് രാവിലെ കുറച്ച് സമയം കഴിഞ്ഞ സമയത്ത് ഇപ്പൊ ഒരു ഏകദേശം 10:30 കാണുന്ന സമയമാകുമ്പോഴേക്കും മോർണിംഗില് ഫ്രഷ് ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ട് പല കാര്യങ്ങളും വരാൻ പോകുന്ന ഒരു ടൈം എന്ന് പറയുന്നത് മോർണിംഗ് ടൈമാണ്. ഓക്കെ. അപ്പൊ നമ്മളത് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ഇന്ന് രാവിലെ എനിക്ക് എന്തായിരുന്നു, ഞാൻ ഏറ്റവും എന്ത് കാര്യം ആലോചിച്ചിട്ടാണ്, അല്ലെങ്കിൽ എന്ത് കാര്യം വന്നിട്ടാണ് ഹാപ്പി ആയത് എന്നൊരു ദിവസം പോലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങള്? ഇല്ല. നമ്മുടെ ലൈഫിൽ കുറെ സന്തോഷങ്ങൾ പോയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ വൈകുന്നേരം ദിവസം ഒരു ദിവസത്തെ ഫുൾ ഡേ എന്താണ് പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിനൊന്നും ആലോചിക്ക് പോയി അതിനൊന്ന് സെലക്ട് ചെയ്തൊന്ന് മനസ്സിൽ വിചാരിക്കുക, അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാറില്ല അല്ലെ? നമ്മൾ അതിനെ കുറിച്ചൊന്നും ആലോചിക്കാറില്ല. അതുകൊണ്ടാണ് നമുക്ക് അതിനൊന്നും നേരമില്ല അല്ലെ? പക്ഷെ ഹാപ്പിയസ്റ്റ് മൊമെന്റ് എപ്പോഴും ഹാപ്പിയസ്റ്റ് ആയിട്ടിരിക്കുന്ന ഏതൊരു സമയം നമ്മുടെ മനസ്സിൽ എപ്പോഴും എന്താണ് ഭയങ്കര സന്തോഷം വരുന്ന സമയമാണ് അല്ലെ? എന്തെന്നില്ലാത്തൊരു, നമ്മൾ വളരെ ടെൻഷൻ ഫ്രീ ആവുന്ന ഒരു സമയമാണ് ആ ഒരു ഹാപ്പിനെസ് മൊമെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ടെൻഷൻ ഫ്രീ ആയിരിക്കുന്നതിൽ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്ന് പറയുന്നത് അല്ലെ? ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത്. എന്തെങ്കിലും ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് കൂളായിട്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാവരുടെയും ലൈഫിൽ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ എന്താണ് പലവിധ സംഭവങ്ങളും പല മൊമെന്റ്സുകളും കടന്നു പോകുന്നുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള ഒരു മോർണിംഗില് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടാവുന്നത് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. അപ്പൊ അങ്ങനെ എല്ലാ ദിവസവും നമ്മുടെ ലൈഫിലുണ്ട്. പക്ഷെ നമ്മൾ തുടങ്ങുന്നത് ചിലപ്പോൾ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ല സന്തോഷത്തോടെ എഴുന്നേൽക്കുന്നതായിരിക്കും ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഒരു ദിവസം. അത് കഴിഞ്ഞ് ചിലപ്പോൾ മോശമായിരിക്കും അല്ലെ? നമ്മള് സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാലാണ് പ്രശ്നങ്ങൾ വരുന്നത് അല്ലെ? എഴുന്നേറ്റ് മിണ്ടാതെ പോകുന്ന സമയത്ത് വല്ല കുഴപ്പമുണ്ടാവില്ല. അല്ലെങ്കിൽ ചിലപ്പോ സംസാരിച്ചു തുടങ്ങുമ്പോഴാണ്, അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ട് ഇടപെടുമ്പോഴാണ് നമ്മളിലൊക്കെ
തല്ലുപിടുത്തം, വഴക്ക്, ദേഷ്യം, വാശിയൊക്കെ ആരംഭിക്കുന്നത് അല്ലെ? ശരിയല്ല ഞാൻ പറഞ്ഞത്? കട്ടാവുന്നുണ്ട്. ആർക്കും അങ്ങനെയുണ്ടോ? വോയിസ് ക്ലിയർ അല്ലേ ഇതുവരെ? ആ, നമ്മളിപ്പോ നല്ല മൂഡിൽ എഴുന്നേറ്റ് വന്ന സമയത്ത് നമ്മളോട് അച്ഛനോ അമ്മയോ ചേട്ടനോ ചേച്ചിയോ എന്തെങ്കിലും ജസ്റ്റ് ഒരു നോട്ടം നോക്കിയാൽ മതി, നമ്മളുടെ ആ ഒരു ദിവസം പോയി അല്ലെ? ദേഷ്യത്തോടൊപ്പം നോക്കിയാൽ മതി. പിന്നെ നമുക്ക് അപ്പൊ തന്നെ ദേഷ്യം കയറും. എന്തുകൊണ്ടാണ് ദേഷ്യം കയറുന്നത്? അപ്പൊ തന്നെ ഒരു കാര്യമില്ല അല്ലെ? പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ല, അവനെങ്ങനെ നോക്കിക്കോട്ടെ നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. പക്ഷെ നമ്മള് അമ്മ എന്തിനാ അങ്ങനെ എന്നെ നോക്കി അല്ലെ? അമ്മ അങ്ങനെ നോക്കിയോണ്ടാണ് എനിക്ക് ദേഷ്യം കയറുന്നത്. അന്നത്തെ ദിവസം മുഴുവൻ തീർത്തത് അമ്മ കാരണം. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മ പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ മിണ്ടാതിരിക്കുമ്പോ എന്താണ് ഈ ഒരു പ്രശ്നങ്ങളൊന്നും. പക്ഷെ എന്നിരുന്നാൽ പോലും എന്താണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്, ഈ ഹാപ്പിനെസ്സും ഉണ്ട്, സാഡ്നെസ്സും ഉണ്ട്, എല്ലാം കൂടി എല്ലാ മിക്സഡ് ഇമോഷൻസും ഉള്ള ഒരു ലൈഫാണ് മനുഷ്യന് അല്ലെ? ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഹാപ്പി ആണെങ്കിലും വിഷമമുള്ള മൊമെന്റ്സ് ആണ്, അതിനൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് അങ്ങനെ മുന്നോട്ട് പോവാ. അത്രയും മാത്രം നമുക്ക് ചെയ്യാനുള്ളൂ അല്ലെ? പക്ഷെ കൂടുതൽ ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഉണ്ടാവാനായിട്ട് നമ്മൾ തന്നെ ശ്രമിച്ചാൽ വരാവുന്നുള്ളൂ അല്ലെ? ആരും സങ്കടപ്പെട്ടിരിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്ത് തന്നെയാണ്? സന്തോഷം തന്നെയാണ് അല്ലെ? പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന എന്താണ്? സങ്കടം തന്നെയാണ് അല്ലെ? എന്തുകൊണ്ടാണത്? ആഗ്രഹങ്ങളാണ് അല്ലെ? ശ്രീബുദ്ധൻ പറഞ്ഞ പോലെ ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം. നമുക്ക് ഓരോരോ ഡ്രീംസ്, അല്ലെങ്കിൽ ഡ്രീംസ് അല്ല, നമുക്കൊരു പല കാര്യത്തിലും പലവിധ ആഗ്രഹങ്ങളാണ് പല മനുഷ്യന് അല്ലെ? ചിലപ്പോ അത് കിട്ടാതെ ആഗ്രഹിച്ചിട്ട് ടീച്ചർ കാലത്ത് തന്നെ ഈ പഴംപുരാണം പറയേണ്ട കാര്യമുണ്ടോ അല്ലെ? എന്റെ പഠിപ്പിച്ച് 3 ദിവസം ക്ലാസ് ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിച്ചുകൊണ്ട് തന്നെ ഇരുന്നാൽ നിങ്ങൾക്ക് ബോറടിക്കും അല്ലെ? അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഒന്നാമത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദുരന്തത്തെ കുറിച്ചിട്ടാണ് അല്ലെ? ഡിസാസ്റ്റർ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2-3 ദിവസം പഠിപ്പിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരേപോലെ തന്നെ ബോറടിക്കും. അശ്വതി റേഞ്ച് ഉള്ളതിരിക്കും കേട്ടോ. വിട്ട് വിട്ട് കേൾക്കുന്നെങ്കിൽ ചിലപ്പോ തന്റെ അവിടെ റേഞ്ചിന് പ്രശ്നം ഉണ്ടാവും. ഓക്കെ, നമ്മുടെ അഭിരാമി ഇപ്പൊ ക്ലാസ്സിൽ കയറാറില്ലേ? എന്നെ കുറെ ചോദ്യം ചെയ്തിട്ട് പോയ വഴി പോയോ അഭിരാം? ഇല്ല, കാണാനില്ല. ചിലപ്പോ വേറെ എന്തെങ്കിലും പേരൊക്കെ ആഡ് ചെയ്ത് കേറുന്നുണ്ടാവും. അന്ന് തന്നെ കയറിയപ്പോ 2-3 പ്രാവശ്യം പേര് മാറ്റി മാറ്റി കയറിയാണ്, ഐഡിയ ഒക്കെ മാറ്റിയാണ് കയറിയത്. അതെ, അതൊരു കുറുമ്പനാണ്, നമ്മൾ സൂക്ഷിക്കണം. ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. ആ വാസ്കോട്ടൻ എന്നാണ് പേരിട്ടേക്കുന്നത്. എക്സാം ടൈമിൽ മാത്രം വരുന്ന ഒരു പ്രത്യേക തരം സ്റ്റുഡന്റ് ആണത്. അതെ, യെസ്. നമ്മൾ ഇന്നലെ ദുരന്തം ആരംഭിച്ചു അല്ലേ? അന്തശമൂലം ഡാമ് പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ചെറിയ കുട്ടിയായിരിക്കും ചിലപ്പോ വല്ല ഡിഗ്രിയോ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്ത ആളായിരിക്കും. അപ്പൊ സ്വഭാവത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു ഇത് കൊണ്ടായിട്ട് കാണിക്കുന്നത് അതാണ് അല്ലെ? യെസ്, നമ്മുടെ ദുരന്തം ആരംഭിച്ചല്ലേ? ഡിസാസ്റ്റർ ആരംഭിച്ചു. പേഷ്യൻസ് ഓരോന്നായിട്ട് എന്താണ് ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് ആരംഭിക്കാൻ പോവാണ് അല്ലെ? യെസ്. ഓക്കെ, അപ്പൊ അതിന് മുൻപായിട്ട് നമുക്ക് കുറച്ച് ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നമുക്കറിയാലോ എന്താണ് ട്രയേജ് എന്ന് പറയുന്നത്? ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിന് നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്ന പ്രോസസ് ആണ് ട്രയേജ് എന്ന് പറയുന്നത്. ഗുഡ് മോർണിംഗ് മെറിൻ. ഓക്കെ, അതായത് പേഷ്യൻസിന്റെ സിവിയറിറ്റി നോക്കിയിട്ട് നമ്മൾ പേഷ്യൻസിനെ സോർട്ട് ഔട്ട് ചെയ്യുന്ന, ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രയേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇൻസ്ട്രക്ഷൻസ്, ട്രയേജുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് നിർദ്ദേശങ്ങളുണ്ട്. എന്തൊക്കെയാണത്? Do not allow casualties to pile up, serve patients rapidly, pair them appropriately, route to appropriate treatment areas. Okay, ട്രയേജ് ഇൻസ്ട്രക്ഷൻസിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ്?
Do not allow casualties to pile up. എന്താണ് pile up എന്ന് പറയുന്നത്? PDF എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? Okay. Yes. Do not allow casualties to pile up. Pile up ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? കുന്നുകൂടെ എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ? ഇവിടെ എന്താണ് ഈ ട്രയേജ് ഇൻസ്ട്രക്ഷൻസിൽ അങ്ങനെ പറയുന്നത്? എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? കാര്യകാരണങ്ങൾ കുന്നുകൂടാൻ അനുവദിക്കരുത് എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല. വരുന്ന ഒരുപാട് പേഷ്യൻസ് ഈ ഒരു സമയത്ത് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് ഓവർഫ്ലോസ് ആണ് സംഭവിക്കുന്നത്. നമ്മളവിടെ ഓരോ കേസസ് അവിടെ ഇങ്ങനെ എന്താണ് ബ്രേക്ക് ചെയ്തിടാൻ എന്താണ് വരുന്ന പേഷ്യൻസിന് എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ആ കാഷ്വാലിറ്റീസിൽ നിന്ന് ഏത് ഡിപ്പാർട്ട്മെന്റ്സിലേക്കാണ് അതിനനുസരിച്ച് അവരുടെ പ്രയോറിറ്റി അനുസരിച്ച് മാനേജ് ചെയ്ത് മാറ്റില്ല. അല്ലാതെ അവരെന്താണ് വരുന്ന പേഷ്യൻസിന് ഒരിക്കലും അവിടെ ഇങ്ങനെ എന്താ പറയാ കുന്നുകൂടാനായിട്ട് പാടില്ല എന്നല്ല അതന്നെ അങ്ങനെ മലയാളത്തിൽ പറയുന്നത്. അതായത് അവര് ഒരുപാട് പേഷ്യൻസ് ഒരേ സമയത്ത് തങ്ങി വന്നു നിന്നാൽ എന്താണ് ബാക്കി വരാനുള്ള പേഷ്യൻസിന് അതിനകത്തുള്ള പേഷ്യൻസിന് ഒരേപോലെ തന്നെ ബുദ്ധിമുട്ടാകും അല്ലെ? അപ്പൊ അത്തരം സിറ്റുവേഷൻസ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ഒരു നിയന്ത്രണം ഇല്ലാതെ എന്താണ് നമ്മൾ പേഷ്യൻസിന് അതിനകത്തേക്ക് പ്രത്യേകിച്ച് കാഷ്വാലിറ്റിയുടെ അകത്തേക്ക് എന്താണ് പ്രവേശിപ്പിക്കുന്നത്. അത്തരം തിരക്കുകൾ ഒഴിവാക്കിക്കൊണ്ടായിരിക്കണം കേസസുകൾ അലോ ചെയ്യുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ എന്താണ് വരുന്ന പേഷ്യൻസിനെ നമ്മൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം? സോർട്ട് പേഷ്യൻസ് റാപ്പിഡലി. വരുന്ന പേഷ്യൻസിനെ ഉടനടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പ്രയോറിറ്റി അനുസരിച്ച് അവരെ സോർട്ട് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഡിവൈഡ് ചെയ്തതിനു ശേഷം എന്താ ചെയ്യേണ്ടത്? ടാഗ് ദം അപ്രോപ്രിയേറ്റ്ലി. ടാഗ് ചെയ്യുക, അതായത് ഡിഫറെന്റ് കളർ ടാഗ് നമ്മൾ അടുത്ത ഭാഗത്ത് പഠിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഓരോ പേഷ്യൻസിനും അവരുടെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ പല പല കളർ ടാഗുകൾ കൊടുക്കും. ടാഗ് അനുസരിച്ചിട്ടാണ് അവർ ഏത് തന്നെ ഡിപ്പാർട്ട്മെന്റ്സിലേക്കാണ് ഏത് കണ്ടീഷൻസിലേക്കാണ് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, ദെൻ ടാഗ് ചെയ്തതിനു ശേഷം എന്താണ്? റൂട്ട് ടു അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ഏരിയാസ്. ഓക്കെ, സോർട്ട് ഔട്ട് ചെയ്തു, അതിനുശേഷം അവർ ടാഗ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? എവിടേക്കാണോ ഏത് ട്രീറ്റ്മെന്റ് ഏരിയാസിലേക്കാണോ പേഷ്യൻസിനെ കൊണ്ടുപോകേണ്ടത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക. ഓക്കെ, ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് കൊണ്ടുപോകണം. അതാണ് പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ട്രയൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഒന്ന്, വരുന്ന കേസസുകൾ ഒരു കൺട്രോൾ ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിനകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടത്. അതോടൊപ്പം തന്നെ എന്താണ്? വരുന്ന പേഷ്യൻസിന് എത്രയും പെട്ടെന്ന് തന്നെ സോർട്ട് ഔട്ട് ചെയ്യാം, അവരെ കൃത്യമായി ടാഗ് ചെയ്യാം, ദെൻ പ്രോപ്പറേറ്റ് ട്രീറ്റ്മെന്റ് ഏരിയാസിലേക്ക് അവരെ കൊണ്ടുപോകുക. ഓക്കെ, ഈ ട്രയൽ ഇൻസ്ട്രക്ഷൻസ് നോട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ടിക്ക് ചെയ്തിട്ടേക്കാം കേട്ടോ. മനസ്സിലായല്ലോ ഇൻസ്ട്രക്ഷൻസ്? ഓക്കെ, ഇനി അങ്ങോട്ടുള്ളതെല്ലാം കണക്ട് ചെയ്തൊന്ന് പഠിക്കണേ. നമ്മൾ എന്താ ലാസ്റ്റ് ചെയ്തത്? ട്രയൽ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം പേഷ്യൻസിനെ നമ്മൾ ഓരോ ട്രീറ്റ്മെന്റ് ഏരിയയിലേക്ക് മാറ്റാൻ പോവുകയാണ് അല്ലെ? അപ്പൊ ഏതൊക്കെ പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് ഏരിയാസിലേക്കാണ് പേഷ്യൻസിനെ കൊണ്ടുപോകുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇതെല്ലാം കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്. നമുക്ക് ബേസിക് ആയിട്ടുള്ള അവയർനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഏതൊക്കെ ട്രീറ്റ്മെന്റ് ഏരിയാസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് എന്താണ്? എമർജൻസി റൂം, ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസ്, ലൈഫ് ത്രെട്ടനിങ് ആൻഡ് ഹെമോറേജ്. ഫസ്റ്റ് ട്രീറ്റ്മെന്റ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? എമർജൻസി റൂം അല്ലെങ്കിൽ ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻ അല്ലെ? ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആണ് ഇതിൽ വരുന്നത്. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അറ്റൻഷൻസ് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ജീവന് ഭീഷണിയുള്ള അല്ലെങ്കിൽ അമിതമായിട്ടുള്ള രക്തസ്രാവം ഒക്കെ ഉള്ള പേഷ്യൻസ് ആണ് ഇതിൽ വരുന്നത് എമർജൻസി റൂമിൽ അല്ലെങ്കിൽ ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസിന്റെ കേസസുകൾ. ഓക്കെ, ഫസ്റ്റ് ട്രീറ്റ്മെന്റ് ഏരിയ എന്ന് പറയുന്നത് എമർജൻസി റൂമാണ് കേട്ടോ. ഓക്കെ, അത്തരം കണ്ടീഷനുള്ള പേഷ്യൻസിനെ നമ്മൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? എമർജൻസി റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. ഇനി അടുത്തത് സർജറി കേസസ് ഉള്ള കേസസുകളാണെങ്കിൽ, സർജറി ഒക്കെ ആവശ്യമുള്ള പേഷ്യൻസ് ആണെങ്കിലോ, സീരിയസ് കാഷ്വാലിറ്റീസ്, ചെസ്റ്റ് അബ്ഡോമിനൽ ട്രോമ, ഓപ്പൺ ഫ്രാക്ചേഴ്സ് എക്സെട്ര. അതായത് സർജറി ആവശ്യമായിട്ട് ഏതൊരു കേസസിൽ എന്താണ്? സർജറി ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അല്ലെ? പ്രത്യേകിച്ച് ചെസ്റ്റ് അല്ലെങ്കിൽ അബ്ഡോമിനൽ ട്രോമ. അബ്ഡോമിനൽ ട്രോമ എന്ന് പറയുന്നത് എന്താ? അബ്ഡോമിനൽ ട്രോമ, അബ്ഡോമിനൽ എന്താണ്? സ്റ്റമക്ക് ആണോ? അബ്ഡോമിനൽ റെസ്പിറേറ്ററി ആണോ? ആണോ? തെറ്റാണ്. പറഞ്ഞേ, കറക്റ്റായിട്ട് പറഞ്ഞേ.
അടിവായിട്ടുള്ള അല്ലെ അബ്ഡോമിനൽ ആയിട്ടുള്ള ഉണ്ടാകുന്ന ആഘാതങ്ങൾ അല്ലെങ്കിൽ പെയിന് അല്ലെങ്കിൽ ഓപ്പൺ ഫ്രാക്ചേഴ്സ് നമുക്ക് തുറന്ന ഒടിവുകളല്ലേ യെസ് അതിനൊക്കെ തന്നെ എന്താണ് ഇപ്പൊ സർജറീസ് ആവശ്യമാണ് ഇപ്പൊ സർജറി ആവശ്യമായിട്ട് വരുന്ന എല്ലാ കേസസും സർജറി ഡിപ്പാർട്ട്മെന്റിലെ ഒട്ടിയിലേക്കായിരിക്കും നമ്മൾ വിടുന്നത് ഓക്കെ ഇനി ഡെലിവറി സ്യൂട്ട് ഇത് ആർക്ക് വേണ്ടിയുള്ളതായിരിക്കും ഡെലിവറി സ്യൂട്ട് വുമൺ ഇൻ ലേബർ അല്ലെ യെസ് ദെൻ കോംപ്ലിക്കേഷൻസ് ഓഫ് പ്രഗ്നൻസി ട്രോമാറ്റൈസ്ഡ് പ്രഗ്നന്റ് വുമൺ അതായത് ലേബർ പേഷ്യൻസ് അതേപോലെ തന്നെ എന്താണ് കോംപ്ലിക്കേഷൻസ് ഉള്ള പ്രഗ്നൻസി കേസസുകൾ ഉണ്ടാവും അല്ലെ കോംപ്ലിക്കേഷൻസ് വരുന്ന പേഷ്യൻസ് ഉണ്ടാവാം അതേപോലെ തന്നെ എന്താണ് ട്രോമാറ്റൈസ്ഡ് പ്രഗ്നന്റ് വുമൺ എന്താണ് ട്രോമാറ്റൈസ്ഡ് പ്രഗ്നന്റ് വുമൺ എന്ന് പറയുന്നത് എന്ത് തരം സിറ്റുവേഷൻ ആണത് പ്രഗ്നൻസി വളരെ കൂളാണെന്നാണോ വിചാരിക്കുന്നത് നമ്മള് പ്രഗ്നൻസി ഒരു പ്രശ്നങ്ങൾ അതിലുണ്ടാവാറില്ലേ കഴിഞ്ഞവർക്ക് അറിയാൻ പറ്റുമല്ലോ യെസ് ഡെലിവറി ടൈം അടുത്തുള്ള പേഷ്യൻസ് മാത്രമല്ല എന്താണ് ഏത് തരം കേസസ് വരാം ശരി പറഞ്ഞ മാനസികമായിട്ട് ആഘാതം ഏറ്റിട്ടുള്ള പ്രഗ്നന്റ് വുമൻസ് ആണ് അതായത് ഈ പ്രഗ്നൻസി ടൈമിൽ എന്താണ് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന പേഷ്യൻസ് ഉണ്ട് മാനസിക സംഘർഷം അല്ലെങ്കിൽ ഭയം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇപ്പൊ അവരുടെ പാസ്റ്റ് ലൈഫിലോ അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമില് പല വിധത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതായത് ശരിക്കും പറഞ്ഞാൽ ചില പ്രഗ്നന്റ് വുമൻസിന് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് വരാറുണ്ട് മാനസിക നില തെറ്റിയിട്ടുള്ള ബിഹേവിയേഴ്സ് വരെ ചില പേഷ്യൻസ് കാണിക്കാറുണ്ട് പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസ് അത് ആ ഒരു പീരീഡിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് എല്ലാവരിലും അല്ല എന്നിരുന്നാൽ പോലും എന്താണ് പല പേഷ്യൻസും അങ്ങനെ എന്താണ് മാനസികമായിട്ടുള്ള തകരാറുകൾ സംഭവിക്കണം ശരിക്കും പറഞ്ഞ അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ തന്നെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് എന്താ ട്രോമ സ്റ്റേറ്റ് ആ ഒരു ട്രോമ എന്ന ആ ഒരു പീരീഡ് അതായത് ആ ഒരു 9th മന്ത് വരെ എന്താണ് ഇപ്പൊ ഒരു 4 മന്ത് തുടങ്ങി 9 മന്ത്സ് വരെ ആ ഒരു പീരീഡിലായിരിക്കും ഇത്തരത്തിലുള്ള സിംറ്റംസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഓക്കെ അപ്പൊ അങ്ങനെയുള്ള കേസസുകൾ നമ്മൾ ഡെലിവറി സ്യൂട്ട്സിലാണ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ യെസ് ഇനിയിപ്പോ ഇതുപോലെ തന്നെ നമ്മൾ ഈ ഡിസാസ്റ്റർ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസ് അതിലുണ്ടാവാറുണ്ട് അല്ലെ പ്രഗ്നന്റ് വുമൻസ് യെസ് ചിലപ്പോ ആ ഒരു പീരീഡ് ടൈം ഡെലിവറി ടൈം അടുത്തിരിക്കുന്ന പേഷ്യൻസ് ആയിരിക്കാം അല്ലെങ്കിൽ എന്താണ് ഡിസാസ്റ്റർ കണ്ടിട്ട് ഇപ്പൊ ഒരു ദുരന്തം നേരിട്ട് കാണുന്ന സമയത്ത് എന്താണ് അവർക്ക് ഉണ്ടാക്കുന്ന ആ ഒരു മാനസികമായിട്ടുള്ള ആഘാതം അത് ഏറ്റവും വളരെ വലുതാണ് അല്ലെ അത്തരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്ന പേഷ്യൻസ് ഉണ്ട് ചിലപ്പോ ആ ഒരു സൈറ്റിൽ തന്നെ എന്താണ് പ്രസവം നോർമൽ ആയിട്ട് നടക്കുന്ന പേഷ്യൻസും ഉണ്ടാവാറുണ്ട് അല്ലെ അത് ചിലപ്പോ ഫയർഫോഴ്സ് പോലീസ് അവരാരെങ്കിലൊക്കെ തന്നെ എനിക്ക് ആ ഒരു സമയത്ത് ആ ഒരു സൈറ്റില് ഡിസാസ്റ്റർ നടക്കുന്ന സൈറ്റില് കൈകാര്യം ചെയ്യുന്നു ഓക്കെ യെസ് ഇങ്ങനെയുള്ള കേസുകളെല്ലാം തന്നെ നമ്മൾ ഏത് ട്രീറ്റ്മെന്റ് ഏരിയസിലാണ് കൊണ്ടുപോകുന്നത് ഡെലിവറി സ്യൂട്ട്സിലേക്കാണ് കേട്ടോ ഓക്കെ ദെൻ ഐസിയുല് ഫ്ലഡ് ടൈമിലൊക്കെ ഒരുപാട് കേസസ് ഉണ്ട് നമ്മള് ആ 2018 സിനിമയിൽ അത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അല്ലെ ന്യൂസിലുണ്ട് സിനിമയിൽ കാണിക്കുന്നുണ്ട് ഇനി അടുത്ത ട്രീറ്റ്മെന്റ് ഏരിയ ഏതാണ് ഐസിയു ഇന്റൻസീവ് കെയർ യൂണിറ്റില് എങ്ങനെയുള്ള കേസസുകളായിരിക്കും വരുന്നത് മെഡിക്കൽ എമർജൻസീസ് അല്ലെ മെഡിക്കൽ എമർജൻസി ഏത് കേസസും അതിൽ വരാം കേട്ടോ എമർജൻസി കേസസുകളാണ് ഐസിയു ഡിപ്പാർട്ട്മെന്റ്സിൽ വരുന്നത് ഒ പി ഡിയില് അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് ആണോ എന്ന് നോക്കിയേ ഒ പി ഡി ഏരിയ അതായത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് മൈനർ ഇഞ്ചുറീസ് ആൻഡ് ആംബുലേറ്ററി പേഷ്യൻസ് എന്നാണോ കിടക്കുന്നത് മൈനർ ഇഞ്ചുറീസ് അല്ല ഓക്കെ അപ്പൊ അതങ്ങ് മാറ്റാം കേട്ടോ യെസ് അത് ഒ പി ഡി ഏരിയയിലേക്ക് എഴുതാം ഒ പി ഡി ഏരിയയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത് മൈനർ ഇഞ്ചുറീസും ആംബുലേറ്ററി പേഷ്യൻസ് ഒക്കെ അങ്ങോട്ട് കൊടുക്കുന്ന ആവശ്യത്തിൽ ഒരു ആരോ മാർക്ക് വെച്ചാലും ലിറിക്സില് എമർജൻസി റൂമിലാണ് എന്ത് വരേണ്ടത് അൺസാൽവേജബിൾ കേസസ് എമർജൻസി റൂമിലാണ് എന്ത് വരേണ്ടത് അൺസാൽവേജബിൾ കേസസ് എന്ന് പറഞ്ഞ എന്താണ് അൺസാൽവേജബിൾ കേസസ് എന്ന് പറയുന്നത് സംരക്ഷിക്കാൻ കഴിയാൻ പറ്റാത്ത സിറ്റുവേഷൻസ് റിക്കവർ ചെയ്യാൻ പറ്റാത്ത കേസസുകളാണ് എമർജൻസി റൂമിൽ വരുന്നത് ടീച്ചർ പറഞ്ഞത് മനസ്സിലായോ ഒ പി ഡിയിൽ കിടക്കുന്നത് മൈനർ ഇഞ്ചുറീസും ആംബുലേറ്ററി പേഷ്യൻസും ആണ് വരേണ്ടത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുകയാണ് മനസ്സിലായോ
എമർജൻസി റൂമിലാണ് എന്ത് വരേണ്ടത്? അൺസാൽവേജബിൾ കേസുകൾ വരേണ്ടത്. ഓക്കെ, മനസ്സിലായോ? പിള്ളേരെ മനസ്സിലായോ പറഞ്ഞത്? ആ, ഓക്കെ. ഇനി റേഡിയോളജിയിലോ? റേഡിയോളജിയില് ഒന്നുകൂടെ പറയണോ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഏരിയാസിലേക്ക് എങ്ങനെയുള്ള കേസുകളായിരിക്കും വരുന്നത്? നമ്മളൊന്ന് നോർമലി ഒന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെയുള്ള കേസ് വരും ഒ പി ഡിയിലേക്ക്? ഒ പിയിലേക്ക് വിടുന്ന കേസുകള് നോർമൽ കേസസ് ആയിരിക്കും അല്ലെ? ചെറിയ മുറിവുകളും ഇങ്ങനെ ചെറിയ രീതിയിലുള്ള നോൺ എമർജൻസീസ് ആയിട്ടുള്ള കേസുകളായിരിക്കും വരുന്നത്. ഓക്കെ, ഇത് നമ്മുടെ പ്രിന്റിംഗിൽ വന്ന മിസ്റ്റേക്ക് ആണ് കേട്ടോ, അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയിരിക്കുന്നത്. അത്രേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. ഓക്കെ, റേഡിയോളജിയിൽ എങ്ങനെയുള്ള കേസസ് വരും? റേഡിയോളജിയില് റേഡിയോളജിയില് ഫ്രാക്ചേഴ്സ് അല്ലെ? യെസ്, ഓർത്തോപീഡിയാക്സ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഒടിവ്, ചതവ്, ഉളുക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ഓപ്പൺ ആയിട്ടുള്ള എന്ത് ഫ്രാക്ചേഴ്സ് അതിൽ വരാം. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ റേഡിയോളജിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. എല്ലിന് പൊട്ടല്, ഒടിവ്, ചതവ്. പിന്നെ എമർജൻസി റൂമിലാണ് എന്ത് വരുന്നത്? അൺസാൽവേജബിൾ കേസസ്, ഒരിക്കലും സംരക്ഷിക്കാൻ പറ്റാത്ത, റിക്കവർ ചെയ്യാൻ പറ്റാത്ത കേസുകളാണ് ഇതിൽ വരുന്നത്. പിന്നെ സൈക്കാട്രിയിൽ ഏതാ വരുന്നത്? ഹിസ്റ്റീരിയ, ബിഹേവിയറൽ എമർജൻസീസ്. യെസ്, ഹിസ്റ്റീരിയ എന്താണ് കേട്ടിട്ടുണ്ടോ? ഒരു മിനിറ്റ്, PDF ഒന്ന് നോക്കണ്ട. ഹിസ്റ്റീരിയ എന്ത് തരം സിറ്റുവേഷൻസ് ആണ്? ഹിസ്റ്റീരിയ സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ്. എന്താണത്? സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ്, പാരാലിസിസ് അല്ല. എന്താണ്? നമുക്ക് എക്സ്ട്രീം ആയിട്ട് ഇമോഷൻസ് കൈകാര്യം ചെയ്യാൻ പറ്റാതെ ചിലർക്ക് ഇപ്പൊ നമ്മൾ പെട്ടെന്ന് സീഷർ ഒക്കെ വരുന്നില്ലേ, ഫിക്സ് വരുന്ന കണ്ടിട്ടില്ലേ നമ്മള്? അങ്ങനെയുള്ള കേസ് കണ്ടിട്ടില്ലേ? അതായത് ചിലപ്പോൾ ചിലവർ എന്താണ് ഫെയിന്റ് ചെയ്ത് തല കറങ്ങി വീഴും, അല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഫിയർ ആയിരിക്കും, എക്സ്ട്രീം ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്ന കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസ് ആയിരിക്കുള്ളത്. ഓക്കെ, അതൊരു തരം സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ്, മാനസികമായിട്ട് സംഭവിക്കുന്ന അസുഖമാണ്. ഓക്കെ, എല്ലാവരിലും ഇല്ല. മിക്കതും അത് ചിലപ്പോ അത് ഒരുപാട് സ്ട്രെസ് പോലെ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് പോലാണ് ഉണ്ടാവാറ്. അതേപോലെ തന്നെ എന്താണ് ബിഹേവിയറൽ എമർജൻസീസ്, മറ്റ് എന്താണ് ബിഹേവിയറൽ എമർജൻസീസ് എന്ന് പറയുന്നത് എന്തൊക്കെ വരുന്നതില്? ബിഹേവിയറൽ എമർജൻസി നമ്മുടെ ഈ ഹിസ്റ്ററിയിൽ ശരിക്കും അപസ്മാരം പോലെ റിലേറ്റ് ചെയ്ത് വരുന്ന അസുഖമായിട്ട് പറയാം കേട്ടോ. അപസ്മാരം കണ്ടിട്ടില്ല നിങ്ങള്? അത് തന്നെ ഫിക്സും സീഷറും ഒക്കെ അങ്ങനെ തന്നെ പല ടൈപ്സിലുണ്ട് അല്ലെ? സീഷർ എന്ന പല ടൈപ്സിലുണ്ട്. നമ്മള് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം പനിയിൽ വരുന്ന സീഷർ കുഴപ്പമില്ല, പനിയിൽ വരുന്ന ഫിക്സ് പ്രശ്നം ഉണ്ടാവില്ല. അല്ലാതെ അത് കണ്ടിന്യൂസ് ആയിട്ട് നീണ്ടു നിൽക്കുന്നതാണ് നമുക്ക് ശ്രദ്ധിക്കാം. ചിലപ്പോൾ എന്താണ് പാരമ്പര്യമായിട്ട് അച്ഛനോ മുത്തശ്ശനോ ആരെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടാനോ കുഞ്ഞുങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത, അങ്ങനെ കിട്ടുന്ന അസുഖങ്ങളുണ്ട്. ചിലർക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ ബേസ് ആയിട്ട് എന്ത് വരാറുണ്ട്? ഫിക്സ് വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. എക്സ്ട്രീം ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഒന്നില്ലെങ്കിൽ അവർ തലകറങ്ങി വരും, അല്ലെങ്കിൽ എന്താണ് അവർക്ക് ഇതേപോലെ അപസ്മാരമുള്ള സിറ്റുവേഷൻസ് വരും. ഓക്കെ, മനസ്സിനൊക്കെ മാനസികമായിട്ട് കൺട്രോൾ ഇല്ലാത്ത മൈൻഡുകളാണ് അതൊക്കെ കേട്ടോ. യെസ്, പിന്നെ എന്താണ് മറ്റ് ബിഹേവിയറൽ എമർജൻസീസ് ഉണ്ട്, മറ്റ് മാനസികമായിട്ടുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ. ഇതെല്ലാം തന്നെ ഇത്തരം കേസുകൾ നമ്മളെല്ലാം സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ്സിലേക്കായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി മെഡിക്കേഷൻ റൂമില് ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളവരെ ശരിക്കും ഈ സൈക്കാട്രി മെഡിക്കേഷൻ റൂംസ് ഇല്ലേ, നമ്മൾ രണ്ടും കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ ചിലവര് ഈ ദുരന്തമൊക്കെ കണ്ടു കഴിയുമ്പോൾ മാനസികമായിട്ട് തകർന്നു പോകുന്ന ആൾക്കാരുണ്ട്. നമ്മൾ നേരത്തെ പ്രഗ്നന്റ് വുമൻസിനെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇപ്പൊ ഒരു ഫ്ലഡോ ഉരുൾപൊട്ടലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നേരിട്ട് കാണുന്ന സമയത്ത് നമുക്കത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല അല്ലെ? അങ്ങനെ ഒട്ടും മാനസികമായിട്ട് കൺട്രോൾ ഇല്ലാത്തവർക്ക് ഇതൊന്നും എന്താണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആവും. അങ്ങനെയുള്ളവർക്ക് പലതരത്തിലുള്ള ട്രോമാസ് അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് അൺകോൺഷ്യസ് ആയിട്ട് തന്നെ ചിലപ്പോൾ നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത്തരം കേസുകളെല്ലാം തന്നെ നമ്മൾ ഒന്നില്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ മെഡിക്കേഷൻ റൂംസിലായിരിക്കുള്ളൂ കൊണ്ടുപോകുന്നത്. ഓക്കെ, അത്തരം പേഷ്യൻസിനായിട്ട് ചിലവരിങ്ങനെ ചുറ്റും പേരൊക്കെ പറയില്ലേ, ആ സിറ്റുവേഷൻ കണ്ട് പേടിച്ചതിന് ശേഷം കുട്ടികൾക്ക് വരെ ചിലപ്പോൾ ഇത്തരം സിറ്റുവേഷൻസ് വരാറുണ്ട്. ഏജ്ഡ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ കണ്ടീഷൻസ് സംഭവിക്കും. ഓക്കെ, യെസ്, അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ സൈക്കാട്രിയിലേക്കോ മെഡിക്കേഷൻ റൂംസിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. അടുത്തത് സെമിനാർ റൂം. സെമിനാർ റൂം ആർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഏരിയാസ് ആണ് സെമിനാർ റൂം?
Uninjured discharge of patients and relatives. Uninjured ആയിട്ടുള്ള പേഷ്യൻസിനും ഡിസ്ചാർജ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിനും റിലേറ്റീവ്സിനൊക്കെ ആയിട്ട് നമ്മൾ സെമിനാർ റൂംസിലേക്ക് കൊണ്ടുപോകുന്നു. ഓക്കെ, അപ്പോ പ്രധാനപ്പെട്ട നമ്മള് പേഷ്യൻസിനെ സോർട്ട് ഔട്ട് ചെയ്തതിനു ശേഷം വരുന്ന പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് ഏരിയാസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കാം, ബ്രീഫ് ചെയ്ത് പറയാൻ കേട്ടോ. എമർജൻസി റൂമിലാണ് ഹൈപ്പർ അക്യൂട്ട് ആയിട്ടുള്ള കണ്ടീഷൻസ് വരുന്നത്. സർജറി സംബന്ധമായിട്ട് വരുന്ന മറ്റെല്ലാ എന്താ പറയാ ചെസ്റ്റ് സീരിയസ് ആയിട്ടുള്ള കാഷ്വാലിറ്റി ഇഷ്യൂസുകൾ, അബ്ഡോമിനൽ ട്രോമ, ഓപ്പൺ ഫ്രാക്ചേഴ്സ് എല്ലാം തന്നെ സർജറി ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് OT-യിലേക്കായിരിക്കും വരുന്നത്. പിന്നെ എന്താണ് ഡെലിവറി സ്യൂട്ട്സിലേക്ക് വുമൺ ഇൻ ലേബർ, കോംപ്ലിക്കേഷൻസ് ഓഫ് പ്രഗ്നൻസി ആൻഡ് ട്രോമാറ്റൈസ്ഡ് പ്രഗ്നന്റ് വുമൺ. ICU-ലാണ് എന്താ മെഡിക്കൽ എമർജൻസീസ് വരുന്നത്. OPD-ലാണ് മൈനർ ഇഞ്ചറീസ് ആൻഡ് ആംബുലേറ്ററി പേഷ്യൻസ്. റേഡിയോളജിയിലെ ഫ്രാക്ചേഴ്സ് ആൻഡ് ഓർത്തോപെഡിക്സ് ആൻഡ് പിന്നെന്താണ് എമർജൻസി റൂമിലാണ് അൺസാൽവേജബിൾ ആയിട്ടുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. സൈക്കാട്രിയിലാണ് ഹിസ്റ്റീരിയ ആൻഡ് ബിഹേവിയറൽ എമർജൻസീസ്. മെഡിറ്റേഷൻ റൂംസിലാണ് ഇമോഷൻ ഡിസ്റ്റർബിൾ ആയിട്ടുള്ള പേഷ്യൻസിനെ നോക്കുന്നത്. സെമിനാർ റൂംസ് ആർക്ക് വേണ്ടിയിട്ടാണ് അൺഇഞ്ചേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്തിരിക്കുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ റിലേറ്റീവ്സിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സെമിനാർ റൂം ട്രീറ്റ്മെന്റ് ഏരിയാസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് നോക്കി, ഇവിടെ നമ്മൾ ആദ്യം മുതൽ 1 മുതൽ 10 വരെ ഇവിടെ ഫസ്റ്റ് ഈ ട്രയലിംഗ് ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നവര് കണ്ടോ. ഇത് പ്രയോറിറ്റി നോക്കിയിട്ടുള്ള കണ്ടീഷൻസ് ആണ് ആദ്യം. ഫസ്റ്റ് നമുക്ക് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കണ്ടീഷനിൽ ആദ്യം കണ്ടിരിക്കുന്നത് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ആദ്യം. അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോ ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്നത്, നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തു. പേഷ്യൻസിനെല്ലാം എന്താണ് ട്രീറ്റ്മെന്റ് ഏരിയാസിലേക്ക് വിട്ടു. എല്ലാ പേഷ്യൻസിനും എന്ത് ചെയ്തു, ട്രീറ്റ്മെന്റ് ഏരിയാസിലേക്ക് കൊണ്ടുപോയിരിക്കണം. അങ്ങനെ തന്നെ വിചാരിക്കണേ. ഇനി എന്ത് ചെയ്യണം, നമ്മൾ അടുത്തത് എന്താണ് ചെയ്യേണ്ടത്, ഡെഫിനറ്റീവ് കെയർ ഇനീഷ്യേറ്റഡ് ആസ് സൂൺ ആസ് പോസിബിൾ. എന്ത് ചെയ്യണം, എല്ലാ പേഷ്യൻസിനും നമ്മൾ ഓരോ ട്രീറ്റ്മെന്റ് ഏരിയാസിലേക്ക് കൊണ്ടുപോയി. ഇനി എന്താണ് അവിടെ ആരംഭിക്കേണ്ടത്, നമ്മള് കൃത്യമായിട്ടുള്ള പരിചരണം എത്രയും പെട്ടെന്ന് ആരംഭിക്കും അല്ലെ. പേഷ്യൻസിനെ കൊണ്ടുപോയ ഏരിയാസിലേക്ക് എന്ത് ചെയ്യണം, ഏതൊക്കെ പ്രൊസീജിയർ ആണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് എന്താണ് കൃത്യമായിട്ടുള്ള രീതിയിൽ ആ ഒരു പരിചരണം അവിടെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, യെസ് യെസ്. ഇപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ ഏരിയാസിലേക്ക് പേഷ്യൻസ് നമ്മൾ വിട്ടു കഴിഞ്ഞാൽ മാത്രമേയാണ് നമുക്ക് എന്തെടുക്കാൻ സാധിക്കുള്ളൂ, അവരുടെ കൃത്യമായിട്ടുള്ള ഡാറ്റ എടുക്കാൻ പറ്റുള്ളൂ. അതായത് ഏതൊക്കെ പേഷ്യൻസ് എവിടേക്ക് ഉണ്ടെന്ന് നമുക്ക് അറിയണമെങ്കിൽ എന്താണ് ഓരോ പേഷ്യൻസ് നമ്മൾ ഓരോ ട്രീറ്റ്മെന്റ് ഏരിയാസിലേക്ക് കൊണ്ടുവരണം അല്ലെ. അല്ലാതെ നമുക്ക് കാഷ്വാലിറ്റി കൊണ്ടുവരുന്ന സമയത്ത് എത്ര പേഷ്യൻസ് വന്നെന്ന് അറിയാൻ പറ്റില്ല. ഏതൊക്കെ പേഷ്യൻസ് ഏതൊക്കെ ട്രീറ്റ്മെന്റ് ഏരിയാസിൽ എത്തുന്ന സമയത്താണ് അപ്പൊ സർജറി ഡിപ്പാർട്ട്മെന്റിൽ ഇത്ര പേഷ്യൻസ് ഉണ്ട്, ഡെലിവറി സൂട്ടിൽ ഇത്ര പേഷ്യൻസ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഡാറ്റ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടും അല്ലെ. Data received, recorded and directed to the business office, admitting office and public relation office for coordination and relation. Yes, അതിനുശേഷം എന്താണ് ഈ എല്ലാ ഡാറ്റസും നമ്മൾ എന്ത് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു, കൃത്യമായിട്ട് അത് റെക്കോർഡ് ചെയ്യുന്നു, കൃത്യമായിട്ട് അത് ബിസിനസ് ഓഫീസിലേക്കും അല്ലെങ്കിൽ അഡ്മിറ്റിംഗ് ഓഫീസും പബ്ലിക് റിലേഷൻ ഓഫീസുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് റിലീസ് ചെയ്യും. ഈ ഒരു സമയത്താണ് നമ്മൾ എന്തറിയുന്നത്, നമ്മൾ ന്യൂസിലേക്ക് കാണാറില്ലേ, നമ്മൾ പറയുന്ന പോലെ 45 പേർക്ക് പരിക്കുണ്ട്, ഇത്ര പേര് മരണപ്പെട്ടു, ഇത്ര പേര് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ആണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേൾക്കാറില്ല ന്യൂസില്. കേൾക്കാറില്ല പിള്ളേരെ? യെസ്, അതായത് ഈ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് അവർ റിലീസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് എത്രത്തോളം പേഷ്യൻസ് അതിനകത്ത് ഏതൊക്കെ സിറ്റുവേഷൻസ് ആണെന്ന് അറിയാൻ സാധിക്കുന്നു. ഓക്കെ, യെസ്. അതിനുശേഷം അത് റിലീസ് ചെയ്തതിനു ശേഷം എന്താണ്, പേഷ്യൻസ് ഹു ആർ ഡിസ്ചാർജ് ആർ ഡയറക്റ്റഡ് ടു അഡ്മിറ്റിംഗ് ഓർ ഡിസ്ചാർജ് ഓഫീസ്. ഇനി ഡിസ്ചാർജ് ആവുന്ന പേഷ്യൻസിനെ നമ്മൾ എന്താണ് ഡിസ്ചാർജ് ഓഫീസിലേക്ക്, അതായത് ട്രീറ്റ്മെന്റ് ചെയ്തതിനു ശേഷം കുഴപ്പമില്ലാത്ത കേസുകൾ നമ്മൾ അപ്പം എന്ത് ചെയ്യും, അപ്പം എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കുഴപ്പമില്ല റിക്കവർ ആവുന്ന പേഷ്യൻസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇൻഫോം ചെയ്യോ? വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത പേഷ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്തിടൂലേ. അല്ലാതെ നമുക്ക് അവിടെ അത്ര സിറ്റുവേഷൻസിൽ ഓരോ പേഷ്യൻസിനും അവിടെ നമുക്ക് നിർത്താൻ സാധിക്കില്ല. നോർമൽ കേസസുകൾ വേറെ കുഴപ്പമില്ലാത്ത കേസുകൾ അപ്പൊ തന്നെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ, യെസ്.
ഇവിടെ വരെ നിങ്ങൾ നോക്കി, നമ്മൾ ആദ്യം വന്ന പേഷ്യൻസിനെയൊക്കെ സോർട്ട് ഔട്ട് ചെയ്തു, ടാഗ് ചെയ്തു, പല ട്രീറ്റ്മെന്റ് ഏരിയാസിലേക്ക് കൊണ്ടുപോയി, അവിടെ വെച്ച് അവർക്ക് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തു. ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം ഏതൊക്കെ പേഷ്യൻസ് എവിടെയാണെന്നുള്ള കൃത്യമായ ഡാറ്റ കിട്ടി. ആ ഡാറ്റ നമ്മൾ പല ഡിപ്പാർട്ട്മെന്റ്സുമായി കോർഡിനേറ്റ് ചെയ്തതിനു ശേഷം ആ ഡാറ്റാസ് റിലീസ് ചെയ്യും. റിലീസ് ചെയ്ത ശേഷം ഡിസ്ചാർജ് ആവുന്ന പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്ചാർജ് ചെയ്യുന്നു. അതോടുകൂടി ഏകദേശം ഡിസാസ്റ്ററിന്റെ ഘട്ടം അവിടെ അവസാനിക്കുകയാണ്. ഇനി പറയാൻ പോകുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി ഡിസാസ്റ്റർ ആരംഭിച്ചു എന്ന് പറയുന്നത് ഒരു അനൗൺസ്മെന്റിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് നമുക്ക് നിർത്തലാക്കണ്ടേ? ഇത്രയും പേഷ്യൻസിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താണ്? ഡിസാസ്റ്റർ ചീഫ് ഓർ മെഡിക്കൽ ഡയറക്ടർ ഓർ ഡയറക്ടർ ഓഫ് നഴ്സിംഗ് ഓർ സിഇഒ മേ authorized and authorize an all clear announcement. അതായത് നമ്മൾ ട്രീറ്റ് ചെയ്ത പേഷ്യൻസിനെല്ലാം ഡിസ്ചാർജ് ചെയ്യേണ്ട കേസുകളെല്ലാം ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം, അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യേണ്ട കേസസ് എല്ലാം തന്നെ അഡ്മിറ്റ് ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ഘട്ടം അവസാനിച്ചു എന്നല്ലെങ്കിൽ ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് പുറപ്പെടുവിക്കുക. ഇതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കുള്ളൂ എന്ത് ഇത് അനൗൺസ് ചെയ്യുന്നത്. അതായത് ഡിസാസ്റ്ററിലെ ബാക്കി എല്ലാ പ്രൊസീജിയേഴ്സ് അവസാനിച്ചു. ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ദുരന്ത പ്രഖ്യാപനം അവിടെ അവസാനിച്ചു എന്നുള്ളൊരു കോഡാണ് എന്ത് ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസാസ്റ്റർ ചീഫോ അല്ലെങ്കിൽ മെഡിക്കൽ ഡയറക്ടറോ ഡയറക്ടർ ഓഫ് നഴ്സിംഗ് ആരെങ്കിലും ആയിരിക്കുള്ളൂ ഇത് ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷമാണ് ടെലിഫോൺ ഓപ്പറേറ്റർ. അറിയാലോ, നമുക്ക് ടെലിഫോൺ ഓപ്പറേറ്റർ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ്? ഡോക്ടർ മേജർ എന്ന കോഡിലാണ് നമ്മൾ ഡിസാസ്റ്റർ ഫേസ് ആരംഭിച്ചത് അല്ലെ? പ്രൊസീജിയർ ഒക്കെ ആരംഭിച്ചത് അലേർട്ടേഷനിലൂടെയാണ്. ഇത് അവസാനിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്? ഈ ഓൾ ക്ലിയർ അനൗൺസ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പബ്ലിക്കിനെ അഡ്രസ് ചെയ്യുന്ന രീതിയിൽ കോഡ് ഗ്രീൻ പുറപ്പെടുവിക്കും. ഓക്കെ, എന്താണ്? ഡിസാസ്റ്റർ ഘട്ടം അവസാനിക്കുന്നു എന്നുള്ളതാണ് എന്ത് കോഡ് ഗ്രീൻ എന്ന് പറയുന്നത്. Okay, the telephone operator will then make an all clear announcement over the public address system. She or he will announce code green. എന്താണ്? ഡിസാസ്റ്റർ പ്രഖ്യാപനം അവസാനിച്ചു, എല്ലാവരും പോവാനുള്ള ഒരു കോഡാണ് എന്ത് കോഡ് ഗ്രീൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? യെസ്, ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിയേ. ഇപ്പൊ പറഞ്ഞ കാര്യം ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ? യെസ്, ഇപ്പൊ നമ്മള് ഡിസാസ്റ്റർ ഘട്ടം അവസാനിപ്പിച്ചു എന്ന് പറയുന്നതിൽ ഉപയോഗിക്കുന്ന കോഡ് ഏതാണ്? ഏത് കോഡാണ്? ഏത് കളർ കോഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? കോഡ് ഗ്രീൻ അല്ലെ? കോഡ് ഗ്രീൻ. ഓക്കെ, ഓൾ ക്ലിയർ അനൗൺസ്മെന്റിന് നമ്മൾ പറയുന്ന കോഡാണ് കോഡ് ഗ്രീൻ അല്ലെ? ഡിസാസ്റ്റർ പ്രഖ്യാപനം അവസാനിച്ചു എന്ന് പറയുന്നത്. ഇത് ഡിക്ലെയർ ചെയ്യുന്നത് ആരായിരിക്കും? അനൗൺസ് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ അനൗൺസ് ചെയ്യുന്നത് ആരാണ്? ഡിസാസ്റ്റർ ചീഫോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏത് പേഴ്സൺ ആയിരിക്കും എന്ത് ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് ഡിക്ലെയർ ചെയ്യുന്നത്? ടെലിഫോൺ ഓപ്പറേറ്റർ ആയിരിക്കുള്ളൂ പബ്ലിക്കിനെ അഡ്രസ് ചെയ്യുന്ന രീതിയിൽ പിന്നീട് അത് എന്ത് ചെയ്യുന്നു? അനൗൺസ് ചെയ്യുന്നു അല്ലെ? കോഡ് ഗ്രീൻ എന്ന രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ 3 ടൈംസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, യെസ്, അങ്ങനെ ഡിസാസ്റ്റർ ഘട്ടം അവസാനിച്ചു. ഇനി അവസാനിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഘട്ടത്തിന് പറയുന്ന പേരാണ് ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ അല്ലെങ്കിൽ ഡീമൊബിലൈസേഷൻ ഫേസ്. ഡിസാസ്റ്റർ ഡീആക്ടിവേഷന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ഡീമൊബിലൈസേഷൻ ഫേസ്. എന്താണ് ഡീമൊബിലൈസേഷൻ ഫേസ് എന്ന് പറയുന്നത്? ഡീആക്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഡീആക്ടിവേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ദുരന്തം ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നിർത്തലാക്കുക അല്ലെ? നിർത്തലാക്കാൻ പോവാണ് അല്ലെ? യെസ്, നമുക്കങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ യെസ്, ഈ അനൗൺസ്മെന്റ് ചെയ്തതിനു ശേഷം കോഡ് ഗ്രീൻ പറഞ്ഞതിന് ശേഷം എന്താണ്?
അത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ പാരഗ്രാഫ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, ഡിസാസ്റ്റർ റിയാക്ടിവേഷൻ ഫേസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഡിക്ലെയറിംഗ് ദ ഡിസാസ്റ്റർ ടു ബി ഓവർ, ദ ഡിസിഷൻ ടു റിയാക്ടിവേറ്റ് ദ ഹോസ്പിറ്റൽ എമർജൻസി പ്ലാൻ should be taken after exact evaluation of the situation by the incident commander and the hospital administrators. Reactivation should not be too early or too late. It is very difficult to reactivate the emergency plan once it has been declared over because staff tiredness starts with the difficulty to overcome. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ കാര്യം നോക്കൂ, ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് ഇത് അനൗൺസ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ. ഇത് അനൗൺസ് ചെയ്യുന്നതിന് മുൻപായിട്ട് എന്തുണ്ട്, ഇൻസിഡന്റ് കമാൻഡറും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ഇത് എന്ത് ചെയ്യണം, ആ എമർജൻസി സിറ്റുവേഷൻ കംപ്ലീറ്റ് ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും എന്താണ് ആ ഒരു ഇവാലുവേഷൻ ചെയ്തിരിക്കണം. അതായത് എല്ലാ പേഷ്യൻസിനും കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നുണ്ടോ, ഡിസ്ചാർജ് ആവുന്ന പേഷ്യൻസ് എല്ലാം കൃത്യമായിട്ട് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, അത് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഡിസാസ്റ്റർ ഡീആക്ടിവേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഡിസാസ്റ്റർ അവസാനിപ്പിക്കാനായിട്ടും കോഡ് പുറപ്പെടുവിക്കാനായിട്ടും പാടുള്ളൂ. മനസ്സിലായോ? അതായത് നമ്മള് ഒരു എമർജൻസി പ്ലാനിന്റെ ഭാഗമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. ആ പ്ലാൻ പ്രകാരം എല്ലാ ഏരിയാസിലും കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് വിലയിരുത്തിയതിനു ശേഷം മാത്രമായിരിക്കണം ഇത് ഡീആക്ടിവേറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ? അവിടെ വരെ പറഞ്ഞ മനസ്സിലായോ? ഇനി ആ സിറ്റുവേഷൻസ് കംപ്ലീറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ആരാണ്? ഇൻസിഡന്റ് കമാൻഡറും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമാണ് അത് ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം ഈ ദുരന്ത പ്രഖ്യാപനം നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. മാത്രമല്ല വേറൊരു കുഴപ്പമുണ്ട് ഇവിടെ. നമുക്ക് ഈ ഡീആക്ടിവേഷൻ ഫേസ് എന്ന ഘട്ടം, അതായത് ഈ ദുരന്തം നിർത്തലാക്കുന്നത് നേരത്തെ ആവാനും പാടില്ല, ഒരുപാട് ലേറ്റ് ആവാനും പാടില്ല. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്? ഡീആക്ടിവേഷൻ ഷുഡ് നോട്ട് ബി ടു ഏർലി ഓർ ടു ലേറ്റ്. ഇതായിരിക്കും ഡിസാസ്റ്റർ പ്രഖ്യാപനം നേരത്തെ നിർത്തിവെക്കാൻ പാടില്ല, അതൊരിക്കലും വൈകാനും പാടില്ല. എന്തുകൊണ്ടാണ്? ഇത് പൂർണ്ണമായിട്ട് അത് വിലയിരുത്തിയാൽ മാത്രമേ അല്ലെ, എല്ലാ സിറ്റുവേഷൻസും അനലൈസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്താൽ മാത്രമേ എല്ലാം കഴിഞ്ഞെന്ന് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ അല്ലെ. യെസ്. ഇനി അതിനുശേഷം എന്താണ്, ഒരുപാട് വൈകി കഴിഞ്ഞാലും എന്താണ്, ഒരുപാട് വൈകി കഴിഞ്ഞതിനനുസരിച്ചിട്ട് നമുക്ക് അത് വളരെ ഈ പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പലതരത്തിലുള്ള വേരിയേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ കൃത്യമായിട്ടുള്ള ഇവാലുവേഷന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്ലാൻ ഡീആക്ടിവേറ്റ് ചെയ്യേണ്ടത്. മാത്രമല്ല ഡീആക്ടിവേറ്റ് ചെയ്തതിനു ശേഷം പിന്നെയും ഒരു എമർജൻസി കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാല് എന്താണ്, ഓൾറെഡി നമ്മുടെ സ്റ്റാഫുകളെല്ലാം തന്നെ എന്താണ് എക്സ്ട്രീം ടയർഡ്നെസ് ആയിട്ടുള്ള എക്സ്ട്രീം ആയിട്ട് ടയർഡ് ആയിരിക്കും അല്ലെ. അതായത് എമർജൻസി പ്ലാൻ ഒന്നും കൂടി പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസിഡന്റ് കമാൻഡർ കൃത്യമായിട്ട് എല്ലാ ഭാഗങ്ങളും എല്ലാ സിറ്റുവേഷൻസും അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡിസാസ്റ്റർ ഡീആക്ടിവേറ്റ് ചെയ്യുള്ളൂ അല്ലെ. യെസ്. അതായത് പിന്നീട് ഈ സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം ഈ പ്ലാൻ റീആക്ടിവേറ്റ് പിന്നെയും ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, അവർക്ക് ഒരുപാട് ടയർഡ്നെസ് ആയതുകൊണ്ട് തന്നെ അത് ഓവർകം ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിനാൽ തന്നെയാണ് എന്ത്, ഓൾറെഡി എല്ലാം നോക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഈ ഡിമൊബിലൈസേഷൻ ഫേസ് ആക്ടിവേറ്റ് ചെയ്യുന്നത് കേട്ടോ. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ. ഇനി ഈ കോഡ് ഗ്രീൻ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ഇനി പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടീസ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. കോഡ് ഗ്രീൻ അതായത് ഡിസാസ്റ്റർ ഘട്ടം അവസാനിച്ചു, ഇനി പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സിന് അനൗൺസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. First one, issue information and messages to media, act as a mediator between administration and patient relatives, centralize information about casualties, control all photographs, prepare and post updated casualty list. Okay. എന്താണ് PRO ഡിപ്പാർട്ട്മെന്റ്സിന്, PROന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് ഈ ഒരു സമയത്ത്? ഇഷ്യൂ ഇൻഫോർമേഷൻസ് ആൻഡ് മെസ്സേജസ് ടു മീഡിയ, എല്ലാ ഇൻഫോർമേഷൻസ് ഇഷ്യൂ ചെയ്യുന്ന, അതോടൊപ്പം തന്നെ എന്താണ് മീഡിയക്കുള്ള ഇൻഫർമേഷൻസ് എല്ലാം തന്നെ കൊടുക്കുന്നത് ആരായിരിക്കും? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കുള്ളൂ അല്ലെ. അതായത് ദുരന്തഘട്ടം അവസാനിച്ച ശേഷം നമുക്ക് ഏതൊക്കെ പേഷ്യൻസ് റിക്കവർ ആയിട്ടുണ്ട്, എത്ര പേര് മരണം അടഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഡാറ്റാസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് കഴിഞ്ഞതിന് ശേഷം പറയാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. മീഡിയക്കും അല്ലെങ്കിൽ മറ്റ് ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. ഓക്കെ.
ഇനി act as a mediator between administration and the patient relatives. Act as a mediator between, ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ ആരുടെ ഇടയിലാണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത്, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്? അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പേഷ്യന്റ് റിലേറ്റീവ്സിന്റെ ഇടയിൽ അല്ലെ, അഡ്മിനിസ്ട്രേഷന് പേഷ്യന്റ് റിലേറ്റീവ്സിന്റെ ഇടയിൽ ഒരു മീഡിയേറ്റർ എന്ന റോളാണ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് കൈകാര്യം ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. Then centralized information about casualties. എന്താണ്? കാഷ്വാലിറ്റീസുമായി ബന്ധപ്പെട്ട് നല്ല ഇൻഫർമേഷൻസ് സെൻട്രലൈസ് ചെയ്യുന്നത് ആരാണ്? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. Then അതേപോലെ തന്നെ എന്താണ്? കൺട്രോൾസ് ഓൾ ഫോട്ടോഗ്രാഫ്സ്. മീഡിയയിൽ നിന്നുള്ള എല്ലാ ഫോട്ടോഗ്രാഫ്സുകളും നിയന്ത്രിക്കുന്നതും ഈ ഒരു സമയത്ത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. അതായത് നമ്മളെ ഡിസാസ്റ്റർ പ്രഖ്യാപനമൊക്കെ ഏകദേശം അവസാനിച്ചു കഴിഞ്ഞാൽ ചില രീതിയിൽ നമ്മള് മീഡിയനെ അനുവദിക്കാറുണ്ട്. അതായത് ഫോട്ടോസ് എടുക്കുന്നതിന് അനുവദിക്കാറുണ്ട്. പക്ഷെ നിയന്ത്രിച്ചിട്ടായിരിക്കും, നല്ല രീതിയിലുള്ള കൺട്രോളിലായിരിക്കുള്ളൂ. ഇത് ആവശ്യമായിട്ടുള്ള മേഖലയിൽ മാത്രം അവരെ കടത്തിവിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിൽ എന്താണ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് അത്തരം കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ പ്രിപ്പയർ ആൻഡ് പോസ്റ്റ് അപ്ഡേറ്റഡ് കാഷ്വാലിറ്റി ലിസ്റ്റ്. ഈ ഒരു സമയത്ത് കാഷ്വാലിറ്റി ലിസ്റ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതും പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോ ഈ ഒരു സമയത്ത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രധാന ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് മീഡിയക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഇഷ്യൂ ചെയ്യുന്നു, അഡ്മിനിസ്ട്രേഷനും പേഷ്യൻസ് റിലേറ്റീവ്സിന്റെ ഇടയിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു, പിന്നെ എന്താണ് കാഷ്വാലിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും സെൻട്രലൈസ് ചെയ്യുന്നു, ഫോട്ടോഗ്രാഫ്സുകൾ നിയന്ത്രിക്കുന്നു, കാഷ്വാലിറ്റി ലിസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്യുകയും പോസ്റ്റ് ചെയ്യും പ്രിപ്പയർ ചെയ്യുന്നതും പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് ആയിരിക്കും. ഓക്കെ. മനസ്സിലായോ? അങ്ങനെ ഓക്കെ. ഇനി നമ്മള് ഓൾറെഡി ഒരു ദുരന്തഘട്ടം അവസാനിച്ചു കഴിഞ്ഞാൽ പോലും എപ്പോ വേണമെങ്കിലും എന്തെങ്കിലും ഒരു കേസസ് വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം എപ്പോ വേണമെങ്കിലും എന്താണ് ബില്ലിംഗ് ആയിരിക്കും അല്ലെ. ആ ഒരു AD ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത അതാണ് അല്ലെ. AD ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഇൻ ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പേഴ്സണൽ റിമൈൻ ദെയർ ഏരിയ ഡിഫർ ഓൾ ഡെയിലി ആക്ടിവിറ്റീസ്. അവരെ സംബന്ധിച്ചിടത്തോളം എമർജൻസി സിറ്റുവേഷൻസിൽ അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ്, പ്രധാനപ്പെട്ട ഡെയിലി ആക്ടിവിറ്റീസ് എന്താണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒരു 3 പോയിന്റ്സേ ഉള്ളൂ, 4 പോയിന്റ്സേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ be prepared to receive and help disaster casualties with urgent life-saving measures. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കണം? ദുരിതബാധിതരെ സ്വീകരിക്കാനും എന്താണ് അടിയന്തരമായിട്ടുള്ള ജീവരക്ഷാ മാർഗങ്ങൾ കൊടുക്കാനായിട്ട് അവരെപ്പോ വേണമെങ്കിലും വില്ലിംഗ് ആയിരിക്കണം. ഓക്കെ. അതവരുടെ പ്രധാന ഡ്യൂട്ടീസ് ആണ്. വരുന്ന എല്ലാ ഡിസാസ്റ്റർ കാഷ്വാലിറ്റി കേസസുകൾ എന്താണ് റിസീവ് ചെയ്യുക, അർജന്റ് ആയിട്ടുള്ള ലൈഫ് സേവിംഗ് മെഷേഴ്സുകൾ സ്വീകരിച്ചിട്ട് അവരുടെ ലൈഫ് സേവ് ചെയ്യാന്നുള്ള ഡ്യൂട്ടി ആരുടേതാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫുകളുടേതാണ്. അതെപ്പോഴും അതിന് വേണ്ടിയിട്ട് ബില്ലിംഗ് ആയിരിക്കണം, പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ. യെസ്. See that extra nurses are assigned from the floors. See that extra nurses are assigned from the floors. എന്താണ് പറയുന്നത്? അതായത് അധികമായിട്ട് ഈ ഒരു സമയത്ത് നമ്മള് നഴ്സുമാരെ വിനിയോഗിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഫ്ലോർസിലും നഴ്സുമാരുടെ അവൈലബിലിറ്റി ഉണ്ടാവും. അതേപോലെ തന്നെ എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സ്യൂട്ട്സിലും എന്തുണ്ടായിരിക്കണം? അധിക നഴ്സിംഗ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം കേട്ടോ. പിന്നെ accountable that crash carts are brought and kept in readiness in the triage areas. ഓക്കെ. നിങ്ങൾ ക്രാഷ് കാർഡ്സ് കണ്ടിട്ടുണ്ടോ? ക്രാഷ് കാർഡ്സുകള് മെഡിക്കേഷൻസ്, ചെറിയ ചെറിയ ഡിവൈസസ്, മരുന്നുകള്, ഇതൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. അതായത് നമ്മളിപ്പോ ഒരു കാഷ്വാലിറ്റി ചെയ്യുമ്പോൾ 3-4 ബെഡ് ഉണ്ടായിരിക്കും. 3-4 ബെഡ്സിലേക്ക് അവർക്ക് സെപ്പറേറ്റ് ആയിട്ടാണോ മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്? അല്ല. അല്ലെങ്കിൽ അവർക്ക് ഇപ്പൊ എന്താ പറയാ, ഇതിൽ എന്തൊക്കെ ഉണ്ടാവും? ECG മെഷീൻ ഉണ്ടാവും, മെഡിസിൻസ് ഉണ്ടാവും, മാസ്ക്, അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും, അല്ലെങ്കിൽ തെർമോമീറ്റർ, BP അപ്പാരറ്റസ്, ഇതെല്ലാം കൂടി ഒരു കുടക്കീഴിൽ കാണുന്ന കണ്ടിട്ടില്ലേ നമ്മള്? ഇങ്ങനെ ഒരു ട്രോളി പോലെ എവിടെ വേണമെങ്കിലും വലിച്ചെടുക്കാൻ പറ്റും നമുക്ക്. പിക്ചർ ഞാൻ കാണിച്ചു തരാം.
പിക്ചർ കാണാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ഫോണിലാണ് കേട്ടോ, കണ്ടോ? കാണാമോ പിള്ളേരെ? ഇതാണ് ക്രാഷ് കാർഡ്സ് എന്ന് പറയുന്നത്. കണ്ടോ, അത് ട്രോളി പോലെയാണ്. ഇത് എപ്പോഴും എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അവൈലബിൾ ആയിരിക്കണം. കാരണം ഇതിൽ പല ഡിവൈസസുകളും ചെറിയ ചെറിയ മെഷീൻസും ഇൻസ്ട്രുമെന്റ്സും അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിലാണ് സൂക്ഷിക്കുന്നത് അല്ലെ. അറ്റ് എ ടൈമിൽ വരുന്ന പേഷ്യൻസിന് ഒരേപോലെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇതിലുള്ള ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, കണ്ടിട്ടുണ്ടോ? ഫോട്ടോ കണ്ടപ്പോ കണ്ടിട്ടുണ്ടല്ലേ? ഇത് പല രീതിയിൽ പല വലിപ്പത്തില് പല ടൈപ്സിൽ നമ്മൾ കാണാറുണ്ട് കേട്ടോ. ഇതാണ് എന്റെ ക്രാഷ് കാർഡ്സ് എന്ന് പറയുന്നത്. ഈ ക്രാഷ് കാർഡ്സ് എപ്പോഴും എന്താണ് ട്രയേജ് ഏരിയയിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ട്രയേജ് ഏരിയയിൽ ഈ ക്രാഷ് കാർഡ്സ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. കാരണം ഇതിലാണ് എല്ലാ സാധനങ്ങളും നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ എന്താണ് കാഷ്വാലിറ്റിയിൽ കണ്ടിട്ടുണ്ട് അല്ലെ. ഓക്കെ, ട്രയേജ് ഏരിയയിൽ എന്താണ് ഇതെപ്പോഴും എന്താണ് റെഡി ആയിട്ട് ചെയ്തത്. ഇതിലുള്ള സാധനം അതേപോലെ തന്നെ ഉണ്ടാവാൻ വേണം, അവൈലബിൾ ആയിരിക്കണം കേട്ടോ ഇതില്. Then make sure that a portable X-ray machine brought and kept in emergency department. ഇനി ഈ ക്രാഷ് കാർഡ്സ് അവൈലബിൾ ആവുന്നത് പോലെ തന്നെ മറ്റൊരു സാധനം കൂടി അവിടെ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കണം. എന്താണ്? പോർട്ടബിൾ എക്സ്റേ മെഷീൻസ് അല്ലെ. യെസ്, പ്രത്യേകിച്ച് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അത് ഉണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തിയിരിക്കണം. ഓക്കെ, അതായത് ആ ഒരു സമയത്ത് വരുന്ന എന്തെങ്കിലും എന്താ പറയാ കോൺസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്സിഡൻസ് എമർജൻസീസ് വരുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് എക്സ്റേ എടുക്കുന്നതിന് വേണ്ടിയിട്ട് പോർട്ടബിൾ എക്സ്റേ മെഷീൻസ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളുടെ ഡെയിലി ആക്ടിവിറ്റീസിലെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത് അല്ലെ. ഒന്നെന്താ പറഞ്ഞത്, ഏതുതരം ഡിസാസ്റ്റർ കാഷ്വാലിറ്റി സിറ്റുവേഷൻസ് വന്നാലും അത് ലൈഫ് സേവ് മെഷേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവരെ സേവ് ചെയ്യാനായിട്ട് അവർ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം. അതേപോലെ തന്നെ എന്താണ് ആവശ്യാധികം നഴ്സുമാരുടെ അവൈലബിലിറ്റി അവിടെ ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് കാഷ് കാർഡ്സുകൾ ഈസി ആയിട്ട് അവൈലബിൾ ആവുന്ന രീതിയിൽ അവിടെ ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് പോർട്ടബിൾ ആയിട്ടുള്ള എക്സ്റേ മെഷീൻസും എന്താണ് ED ഡിപ്പാർട്ട്മെന്റിന് നിർബന്ധമായിട്ട് ഉണ്ടാകേണ്ടതാണ്. ഇതെല്ലാം തന്നെ അവിടെ കൃത്യമായിട്ട് ഉണ്ടോ എന്ന് ഇവർ ഉറപ്പുവരുത്തേണ്ടതാണ്. ഓക്കെ, മനസ്സിലായോ? ഒരു മിനിറ്റ്. പിള്ളേർ ഇത് കാണാമോ? ഇതാണ് പോർട്ടബിൾ ആയിട്ടുള്ള എക്സ്റേ മെഷീൻ കേട്ടോ. കാണുന്നുണ്ടോ? മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എടുത്തോ മെഡിക്കൽ എക്യുപ്മെന്റ്സ് എടുത്തോ എന്താ? ഇനി ഈ ഒരു സമയത്ത് സെക്യൂരിറ്റി ഹോസ്പിറ്റലിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സെക്യൂരിറ്റി ഓഫീസേഴ്സിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇതിനെ നോക്കുന്നത് കേട്ടോ. സം ഓഫ് ദ ഡ്യൂട്ടീസ് സജസ്റ്റഡ് ആർ വർക്കിംഗ് ക്ലോസ് കോപ്പറേഷൻ വിത്ത് ലോക്കൽ പോലീസ്. സെക്യൂരിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഡിസാസ്റ്റർ സിറ്റുവേഷൻസിൽ നമ്മൾ എന്താണ് പോലീസായിട്ട് നല്ലൊരു കോപ്പറേഷൻ ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ലോക്കൽ പോലീസുമായിട്ട് നല്ലൊരു കോപ്പറേഷൻ ഉണ്ടായിരിക്കണം. അത് ഹോസ്പിറ്റലിലെയും അതേപോലെ തന്നെ എന്താണ് മറ്റു രീതിയിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഒരു സപ്പോർട്ടിനും കൂടിയിട്ടാണ് നമ്മൾ ലോക്കൽ പോലീസിനെ കോപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഹോസ്പിറ്റലിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ എന്താണ് മെയിൻറ്റെയിൻ ഓർഡർ വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. മെയിൻറ്റെയിൻ ഓർഡർ വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. ആശുപത്രിക്ക് പുറത്തും അകത്തും എന്താണ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെ. ഹോസ്പിറ്റലിനകത്ത് ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ എന്താണ് പുറത്തും ഡിസിപ്ലിനുള്ള സുരക്ഷിതത്വം. ഓക്കെ,
അതായത് ഒരു ക്രമം പാലിക്കേണ്ടതുണ്ട്. വരുന്ന പേഷ്യൻസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താണ് അത്ര എമർജൻസി സിറ്റുവേഷൻസിൽ ഹാൻഡിൽ ചെയ്യേണ്ട സെക്യൂരിറ്റി മെഷേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിനകത്തും പുറത്തും സെക്യൂരിറ്റി സ്റ്റാഫുകൾ എന്ത് ചെയ്യണം, ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? എന്നാൽ ലോക്കൽ പോലീസുമായിട്ട് നല്ലൊരു കോപ്പറേഷൻ ഉണ്ടാക്കുക. പിന്നെന്താണ്, ഹോസ്പിറ്റലിനകത്തും ഔട്ട്സൈഡും അല്ലെങ്കിൽ എന്താണ് ഇതിനും അകത്തും പുറത്തുമായിട്ട് എന്താണ് നല്ലൊരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, മനസ്സിലായോ 2 പോയിന്റ്? Then direct traffic was not to block the free entry of patients carrying vehicle to and outside the hospitals. ഇനി പേഷ്യൻസിനെ കൊണ്ടുവരുന്ന സമയത്ത് ഇപ്പോൾ ഡയറക്ടർ പേഷ്യൻസിനെ കൊണ്ടുവരുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള ബ്ലോക്കേജസ് ഒന്നും വരാതെ അല്ല, അവരുടെ വാഹനങ്ങള് ഫ്രീ എൻട്രി ആയിരിക്കണം അല്ലെ. അതായത് മറ്റു വെഹിക്കിൾ അതിനൊരിക്കലും തടസ്സമാവാത്ത രീതിയിൽ പേഷ്യൻസിന് യാതൊരു ബ്ലോക്കേജസും വരാതെ ഹോസ്പിറ്റലിനകത്തേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും എന്താണ് സെക്യൂരിറ്റി സ്റ്റാഫുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. യാതൊരു തരത്തിലുള്ള ബ്ലോക്കേജ് വരാതെ ഈസി ആയിട്ട് എന്താണ് അവർക്ക് ഹോസ്പിറ്റലിനകത്തേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന വെഹിക്കിൾസിന് എന്താണ് ഡയറക്ട് എൻട്രീസ് നിയന്ത്രണമില്ലാതെ എന്താണ് മറ്റ് വാഹനങ്ങളിൽ ബ്ലോക്കേജസ് വരാതെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെന്താണ് പ്രൊട്ടക്ട് ഇൻസ്റ്റാളേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഇൻസ്റ്റാളേഷൻസ് എന്തൊക്കെയാണ്? ഇൻസ്റ്റാളേഷൻസ് എന്ന് പറയുമ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽ വർക്കിംഗ് ഏരിയ, പവർ സ്റ്റേഷൻ, ജനറേറ്റർ, വാട്ടർ ടാങ്ക്, വാട്ടർ സപ്ലൈ മുതലായിട്ടുള്ള ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട ഈ സർവീസസുകളുടെ കീ ഇൻസ്റ്റാളേഷൻസ് എല്ലാം തന്നെ പ്രൊട്ടക്ട് ചെയ്തിരിക്കണം. അതായത് ഈ ഒരു സിറ്റുവേഷൻസിൽ ഇതിലൊന്നും തന്നെ വാട്ടർ ടാങ്ക്സിൽ ജനറേറ്റർ, ഇലക്ട്രിസിറ്റി എന്തെങ്കിലും അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഈ ഒരു സമയത്ത് വരാൻ പാടില്ല അല്ലെ. യെസ്, അപ്പൊ അത്തരം കാര്യങ്ങൾ അതിന്റെ എല്ലാം തന്നെ കീ ഇൻസ്റ്റാളേഷൻസ് പ്രൊട്ടക്ട് ചെയ്യേണ്ട ഡ്യൂട്ടീസ് ആർക്കാണ്? സെക്യൂരിറ്റി ലീഡറാണ് കേട്ടോ. മനസ്സിലായോ? പിന്നെ എന്താ പറയുന്നത്, restrain and strictly control access to the hospital, direct entry of authorized person to appropriate areas, ambulance to emergency, relatives to waiting area, and media to media room, etc. അതായത് restrain and strictly control എന്ന് പറയുന്നത് എന്താണ്? നമ്മള് ഹോസ്പിറ്റലിലേക്ക് വരുന്നവരെ അതാത് അവർക്ക് അനുയോജ്യമായിട്ടുള്ള പ്ലേസിലേക്ക് മാത്രമായിരിക്കണം സെക്യൂരിറ്റി സ്റ്റാഫുകൾ കടത്തിവിടേണ്ടത്. ഓക്കെ, അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് മാത്രം കടത്തിവിടുക. അതായത് ഇപ്പോൾ എന്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്, ആംബുലൻസിനെ നമ്മൾ എങ്ങോട്ടായിരിക്കും കയറ്റിവിടേണ്ടത്? ആംബുലൻസിനെ എമർജൻസിയിലേക്ക് അല്ലെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും ആംബുലൻസിന് വിടേണ്ടത്. റിലേറ്റീവ്സിനെ എങ്ങനെയായിരിക്കും? റിലേറ്റീവ്സിനെ എങ്ങോട്ടാണ് കടത്തിവിടേണ്ടത്? എങ്ങോട്ടാണ്? വെയിറ്റിംഗ് ഏരിയാസിലേക്ക്. മീഡിയനെ എങ്ങോട്ടാണ് കടത്തിവിടേണ്ടത്? മീഡിയ റൂമിലേക്ക്. കണ്ടോ? അതായത് നമ്മള് വരുന്ന ആൾക്കാരെ, അതായത് വരുന്ന ആളുകൾ എന്താണ്, അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്ലേസിലേക്ക് മാത്രമേ ഡയറക്ട് എൻട്രി കൊടുക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? ആംബുലൻസിന് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കടത്തിവിടുന്നു, റിലേറ്റീവ്സിന് വെയിറ്റിംഗ് റൂംസിലേക്കും, മീഡിയനെ എങ്ങോട്ടായിരിക്കും നമ്മൾ കടത്തിവിടുന്നത്? മീഡിയ റൂംസിലേക്ക്. കേട്ടോ? മനസ്സിലായോ പറഞ്ഞത്? അവർക്ക് ഓരോരുത്തർക്കും അവർക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങൾ എവിടെയാണ്, പ്ലേസ് എവിടെയാണ് അവിടേക്ക് മാത്രമായിരിക്കണം സ്ട്രിക്റ്റ് ചെയ്ത് നമ്മള് കടത്തിവിടേണ്ടത്. അതിന്റെ ഡ്യൂട്ടി കൈകാര്യം ചെയ്തത് സെക്യൂരിറ്റി സ്റ്റാഫുകളായിരുന്നു കേട്ടോ. മനസ്സിലായോ? യെസ്. Then protect hospital persons and patients. പേഷ്യൻസിനെയും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റാഫുകളെല്ലാം തന്നെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും സെക്യൂരിറ്റിയുടേതാണ്. Then all hospital persons should wear identity cards. നിർബന്ധമായിട്ടും ഒരു സുരക്ഷയുടെ ഭാഗമായിട്ട് തന്നെ എന്താണ് എല്ലാ പേഴ്സണൽസും സെക്യൂരിറ്റി സ്റ്റാഫ് ഉൾപ്പെടെ എല്ലാവരും എന്ത് ധരിച്ചിരിക്കണം? നിർബന്ധമായിട്ടും ID കാർഡ്സുകൾ വെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഒന്നുകൂടി പറയണം, സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ലോക്കൽ പോലീസുമായിട്ടൊരു നല്ലൊരു കോപ്പറേഷൻ ഉണ്ടായിരിക്കണം. ഹോസ്പിറ്റലിനകത്ത് പുറത്തും തന്നെ ഒരേപോലെയുള്ള ക്രമം നിലനിർത്താനായിട്ട് അവർക്ക് സാധിക്കണം. ദെൻ പേഷ്യൻസിനെ കൊണ്ടുവരുന്ന വാഹനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബ്ലോക്കേജസ് ഇല്ലാതെ തന്നെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അറേഞ്ച് ചെയ്യണം. ഹോസ്പിറ്റലിൽ എല്ലാത്തരം ഈ ഇൻസ്റ്റാളേഷൻസ് പ്രൊട്ടക്ട് ചെയ്തിരിക്കണം. അതായത് വാട്ടർ ടാങ്ക്സ്, വാട്ടർ സപ്ലൈ, പവർ സ്റ്റേഷൻസ് മുതലായിട്ടുള്ളവരുടെ എല്ലാം തന്നെ ഈ ഇൻസ്റ്റാളേഷൻ, അതായത് എന്തെങ്കിലും ഒരു റിപ്പയറിംഗ് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിനെ റിപ്പയർ ചെയ്യാം, ഡാമേജസ് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് റിപ്പയർ ചെയ്യാൻ, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും ഹോസ്പിറ്റലിൽ. അവരായിരിക്കും അത്രയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അതൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊടുത്ത് അതൊക്കെ അറേഞ്ച് ചെയ്യേണ്ടത് സെക്യൂരിറ്റി സ്റ്റാഫുകളായിരിക്കും. പിന്നെ ഓരോ പേഴ്സൺസിനും അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് മാത്രം അവരെ കടത്തിവിടുക.
അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത് ആംബുലൻസിന് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കും അതേപോലെ എങ്ങോടെയാണോ അവർക്ക് പോകേണ്ടത് അതിന്റെ ആപ്റ്റ് ആയിട്ടുള്ള പ്ലേസിലേക്ക് മാത്രം വരെ കടത്തിവിടുക. പിന്നെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളെയും പേഷ്യൻസിനെ ഒരേപോലെ സംരക്ഷിക്കുക. നിർബന്ധമായിട്ടും എല്ലാ സ്റ്റാഫുകളും എന്താണ് ഹോസ്പിറ്റൽ സ്റ്റാഫുകളെ ID കാർഡ് വെയർ ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അപ്പോ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വന്നോ, ഇതൊക്കെ ഞാൻ എന്തിനാ പഠിക്കുന്നതെന്ന്, ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ്? നിങ്ങളൊരു ചോദ്യം വന്നോ? എന്നോട് പല കുട്ടികളും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, മിസ് ഞങ്ങളിത് പഠിക്കുന്നത് എന്തിനാ, ഞങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചാൽ പോരെ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമാണ്, പ്രധാനമായ ഒരു ഭാഗമാണ് ഡിസാസ്റ്റർ കേട്ടോ. നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ മാറി നിൽക്കുമോ? നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും മാറി നിൽക്കാൻ പറ്റില്ല അല്ലെ? നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കും, അത് നിങ്ങൾ ചെയ്യേണ്ടി വരും. ഓക്കെ, യെസ്. അതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത് കേട്ടോ. ഇതൊക്കെ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ യഥാർത്ഥമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം അല്ലെ? ഒരിക്കലും ഒരു ഡിസാസ്റ്റർ ദുരന്തമൊക്കെ എന്താ പറയാ റിട്ടേണിൽ വരാത്ത ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ അല്ലെ? നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് പക്ഷെ പലരുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ? പക്ഷെ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്ത ഡ്യൂട്ടീസ് കൈകാര്യം ചെയ്യണം അല്ലെ? ഓക്കെ ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Thank you.